വന്ദന. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കല്ലുവാമയും മിട്ടുമയിലും. കല്ലുവാമയും മിട്ടുമയിലും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. കാട്ടിനുള്ളിൽ അവരാടി പാടി രസിച്ച് നടന്നു. കളികൾക്കിടയിൽ അവരൊരു ദിവസം ഓട്ടപ്പന്തയം വെച്ചു. ഓട്ടത്തിൽ മിടുക്കനായ മിട്ടുമയിൽ വളരെ വേഗോടി. പാവം കല്ലുവാമയാവട്ടെ പതുക്കെ നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മിട്ടു തിരിഞ്ഞു നോക്കി. പാവം കല്ലുവാമ വളരെ പുറകിലായിരുന്നു. കല്ലു വരുന്നതല്ലേയുള്ളൂ, അതുവരെ മരച്ചോട്ടിൽ ഇരുന്ന് വിശ്രമിക്കാമെന്ന് മിട്ടു തീരുമാനിച്ചു. അവിടെ ഇരുന്ന് മിട്ടു ഉറങ്ങിപ്പോയി. ഈ സമയം കൊണ്ട് കല്ലുവാമ പതുക്കെ നടന്ന് ഓട്ടപ്പന്തയത്തിൽ ജയിച്ചു. കൂട്ടുകാരെ, ഈ കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. തുടർച്ചയായ പരിശ്രമം കൊണ്ട് പതുക്കെയാണെങ്കിലും വിജയം നേടാം. അങ്ങനെ ചങ്ങാതിമാരെ മിട്ടും കല്ലും തമ്മിൽ വഴക്കായി. മിടുക്കൻ മുല്ലച്ച് മടിയും മറിയാമ അടിപിടി കൂടി ഇരുന്നാളെ കഥയിൽ കാട്ടിൽ പാട്ടായി. എന്നിട്ടോ മിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ കൂടി ഓട്ടപ്പന്തയം വെക്കാൻ ആവശ്യപ്പെട്ടു. കല്ലു സമ്മതിച്ചു. എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് വാശ അവൻ സർവശക്തിയെടുത്തോടി. ആമിക്കാവട്ടെ മുലിന്റെ ഇടയിലെത്താൻ പോലും സാധിച്ചില്ല. അങ്ങനെ മിട്ടുമയിൽ ഓടി ഓട്ടപ്പന്തയത്തിൽ ജയിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? കഴിവിനൊത്ത പരിശ്രമം ആരെയും അതിവേഗം ലക്ഷ്യത്തിലെത്തിക്കും. ഇനിയല്ലേ രസം? കല്ലുവാമ നല്ലതുപോലെ ആലോചിച്ച് ഒരിക്കൽ കൂടി ഓട്ടപ്പന്തയം വെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഇത്തവണ വേറെ വഴി കൂടി ഓടണം. കല്ലു പറഞ്ഞു, ഏത് വഴി കൂടി ഓടിയാലും ഞാൻ തന്നെ ജയിക്കും. പക്ഷെ മിട്ടിനുറപ്പായിരുന്നു. അങ്ങനെ അവർ വീണ്ടും വാശിയിലോടി തുടങ്ങി. റെഡി, 1, 2, 3 അതിവേഗം ഓടി. അതാ പകുതി വഴിയിലെത്തിയപ്പോൾ ഒരു പുഴ. എങ്ങനെ മറുകര കടക്കും? മൊയിൽ ആലോചിച്ച് നിൽക്കുമ്പോൾ ദേ നമ്മുടെ കല്ലുവാമ പതുക്കെ നടന്ന് പുഴയിൽ ഇറങ്ങി നീന്തി മറുകര കടന്നു. ഇത്തവണ കല്ലുവാമ തന്നെ വിജയി. എന്താ കാരണം? എല്ലാത്തിനും ജയിക്കാനാവില്ല. കല്ലു തന്റെ കഴിവിന് സാധിക്കുന്ന വഴി തെരഞ്ഞെടുത്തതാണ് വിജയിക്കാൻ കാരണം. 3 തവണ ഓടിയപ്പോഴേക്കും അവർ വഴക്കൊക്കെ മറന്ന് വീണ്ടും ചങ്ങാതിമാരായി. അവരിരുവരും ആലോചിച്ചപ്പോൾ അവർക്കൊരാശയം തോന്നി. അവസാനം ഓടിയ വഴി ഒരുമിച്ച് ഒന്നുകൂടി കൂടി ഓടാമെന്ന് അവർ തീരുമാനിച്ചു. പുഴയുടെ തീരത്തെത്തുന്നവർ കല്ലു മിട്ടുവിന്റെ പുറത്ത് കയറി. പുഴയുടെ തീരത്തെത്തിയപ്പോഴോ മിട്ടു കല്ലുവിന്റെയും പുറത്ത് കയറി. അങ്ങനെ പരസ്പരം സഹായിച്ച് ഇരുവരും ഒരുമിച്ച് വിജയിച്ചു. അവർക്ക് വലിയ സന്തോഷം. അവർ പാടി.